അസ്സാം വലൈക്കും വറഹമത്തുള്ള. മോളിൽ സലാം പറഞ്ഞവർക്ക് വലൈക്കും സലാം വറഹമത്തുള്ള. MSF മുക്കം മുനിസിപ്പൽ കമ്മിറ്റി എല്ലാ വർഷവും നടത്തി വരാറുള്ള യൂത്ത് ലീഗ് ദിനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പാർട്ടി പഠന ക്ലാസ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളെ പരിശോധിച്ച് നോക്കിയാൽ, അവരെല്ലാ സമരങ്ങളിലെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഭാഷാ സമരം രക്തസാക്ഷികളെ സാക്ഷ്യമഴിച്ച സൃഷ്ടിച്ച ഒരു ഭാഷാ സമരം 980 നടന്ന സമരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മുക്കം മുനിസിപ്പൽ MSFൻ്റെ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പാർട്ടി പഠന ക്ലാസ് അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു പരിപാടി. പ്രിയപ്പെട്ട മുക്കം മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ലോ കോളേജിൻ്റെ പ്രിയപ്പെട്ട നേതാവും കൂടിയായിരിക്കുന്ന ഉമർ സാഹിബ് ഉൾപ്പെടെയുള്ള മുക്കം മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഭാരവാഹികളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദിനമാണ് നാളെ. ഇതേ ദിവസം ജൂലൈ 30, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 980 ജൂലൈ 30 കേരളം കണ്ട ഏറ്റവും വലിയ സമരപ്രക്ഷോഭത്തിൻ്റെ ദിവസം. അതായത് സ്മൃതിപഥങ്ങളിൽ അനശ്വരത നേടിയ ഭാഷാ സമരം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ആ ഭാഷാ സമരം എന്നുള്ളത്. 1980 ജൂലൈ 30 ഭാഷാ സമരം നടക്കുന്നത്. അന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് റമദാൻ 17 കൂടിയായിരുന്നു. അതായത് എന്തിനായിരുന്നു ഈ ഒരു ഭാഷാ സമരം എന്നുള്ളത്? അറബി, ഉറുദു, സംസ്കൃത ഭാഷകളുടെ, നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ 1ാം ഭാഷ 2ാം ഭാഷ എന്നുണ്ട്. അതേപോലെ തന്നെയാണ് അറബി, ഉറുദു, സംസ്കൃത ഭാഷകൾ. ഈ ഭാഷകളുടെ പഠനത്തിന് വിഹിതമായി സൃഷ്ടിക്കുന്ന 3 കരിനിയമങ്ങൾ. അന്നത്തെ സർക്കാർ ആയിരുന്നത് നായനാർ സർക്കാരാണ്. അന്നത്തെ നായനാർ സർക്കാർ കൊണ്ടുവന്നതിൻ്റെ പ്രതിഷേധവുമായിട്ടാണ് നമ്മൾ ഈ സമരത്തെ മുന്നിൽ കാണുന്നത്. ഈ സമരത്തിൻ്റെ തുടക്കം ആ 3 കരിനിയമങ്ങൾക്ക് എതിരെയായിരുന്നു. ആ 3 കരിനിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കോമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്ന 3 നയങ്ങൾക്കെതിരെയാണ് ആ ഒരു ഭാഷാ സമരം നടത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും നിങ്ങൾ ഈ ഭാഷാ സമരത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയിൽ എല്ലാവരും പ്രസംഗിക്കുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ ചരിത്രത്തെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ചരിത്രം എല്ലാവരും, പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ മറക്കാതിരിക്കേണ്ട ഒരു ഭാഷാ സമരം കൂടിയാണ്. ഒരു സമര പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം നമ്മൾ എല്ലാ വർഷവും അത് ആവർത്തിച്ച് നമ്മൾ കേൾക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം കൂടി വീണ്ടും നിങ്ങൾ ഈ ചരിത്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾ ഈ ചരിത്രം കേൾക്കണം, നമ്മളിത് മനസ്സിലാക്കണം. ചരിത്രം പറയുന്നതോടൊപ്പം തന്നെ ഈ നിലവിലെ ആധുനിക രാഷ്ട്രീയ കാലത്ത് മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്ന വിദ്യാർത്ഥി സംരക്ഷണ അവകാശ പോരാട്ടങ്ങളെ കുറിച്ചും കൂടി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അക്കോമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്ന 3 നയങ്ങൾക്കെതിരെയാണ് അന്ന് സമരം നടന്നിട്ടുള്ളത്. അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഭാഷ പഠിക്കുന്നതിനായി ഒരു പ്രത്യേകം സൗകര്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിക്ലറേഷൻ എന്ന് പറയപ്പെടുന്നത്, ഭാഷ പഠിക്കുന്ന ഒരു കുട്ടി മാതൃഭാഷ പഠിക്കേണ്ടതില്ല എന്ന് ആ കുട്ടിയുടെ രക്ഷിതാവ് സമ്മതപത്രം നൽകുക എന്നുള്ളതാണ് ഡിക്ലറേഷൻ. അതിലെ 3ാമത്തൊരു നിയമമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. നിലവിലെ അധ്യാപകർക്ക് കൂടി പുതിയ യോഗ്യത നടപ്പിലാക്കുന്ന നിയമങ്ങളാണ് മുന്നോട്ട് വെച്ചപ്പോൾ. അതായത് ആ ക്വാളിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നത് നിലവിലെ അധ്യാപകർക്ക് ഒരു പുതിയ യോഗ്യത നടപ്പിലാക്കണം എന്നുള്ളൊരു നിയമമാണ് ക്വാളിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിയമങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് അതിനെതിരെ ശക്തമായിട്ട് വികാരങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് കാര്യമായി ബാധിച്ചിരുന്നത്, ഇത് വളരെ എല്ലാ അധ്യാപകരെയും ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബാധിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഇത് ശക്തമായി അല്ലെങ്കിൽ ഒരു കാര്യമായി ബാധിച്ചിരുന്നത് അന്നത്തെ അറബിക് അധ്യാപകരെയായിരുന്നു. കാരണം CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോഴാണ് അറബിക് അധ്യാപകരുടെ പദവി ഇത്രയേറെ ഉയർത്തിയിരിക്കുന്നത്. അതായത് അവരുടെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെന്ന പദവിയിൽ നിന്ന് ഭാഷാ അധ്യാപകരായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്നത് CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു.
അതായത് 100 വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്കൂളിൽ മാത്രമേ ഒരു ഭാഷാ അധ്യാപക തസ്തിക ഉണ്ടാവുകയുള്ളൂ. അത് കുട്ടികളുടെ എണ്ണം, ആ 100-ൽ നിന്ന് കുട്ടികളുടെ എണ്ണം 28 ആക്കി ചുരുക്കി കൊണ്ടുവന്നത് CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഇരിക്കുന്ന ഭാഷാ അധ്യാപകർക്ക് ദോഷകരമാകുന്ന വിധത്തിൽ 3 നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് ആദ്യമായി ഈ പ്രക്ഷോഭം നടന്ന് ആ പ്രക്ഷോഭത്തിനെതിരെയായി രംഗത്ത് വന്നിരിക്കുന്നത് അന്നത്തെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ ആയിരുന്നു. അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനാണ് അന്ന് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ നയിക്കുകയുണ്ടായി. ആ ജാഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ഈ 3 നിയമങ്ങൾക്കെതിരെ, സംസ്ഥാനത്തിന്റെ അന്നത്തെ നായനാർ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന 3 കരിനിയമങ്ങൾക്കെതിരെ പൊതുജനങ്ങളെ അവബോധമാക്കുക എന്നുള്ളത് ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ബോധവൽക്കരിക്കുകയും ചെയ്യുകയുണ്ടായി. 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റി അത് സംസ്ഥാന ഗവർണറിന് സമർപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പുറത്തൂർ മൗലവിയുടെ നേതൃത്വത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KATF ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന അറബിക് അധ്യാപകരുടെ സംഘടന. അന്ന് അവർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനെ കേന്ദ്രമാക്കിക്കൊണ്ട് അവിടത്തേക്ക് ഒരു സമരം നടത്തുകയാണ്. ആ സമരത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം ഒരു കാര്യം കൂടി വികാരഭരിതമായി അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ കലാലയങ്ങളിലേക്ക്, നിങ്ങളുടെ സ്കൂളുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു. അധ്യാപകരെ, നിങ്ങളെ സ്കൂളുകളിലേക്ക്, നിങ്ങളുടെ കലാലയങ്ങളിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ പഠിപ്പിക്കേണ്ട അനിവാര്യതയാണ്. നിങ്ങൾ പഠിപ്പിക്കേണ്ടവരാണ്. നിങ്ങൾ സമരം ചെയ്യേണ്ടവരില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ സമുദായം ഈ സമരത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അന്ന് CH മുഹമ്മദ് കോയ സാഹിബ് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ CH മുഹമ്മദ് കോയ സാഹിബിന്റെ നിർദ്ദേശപ്രകാരമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. അന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അതായത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അംഗമായ PKK ബാവ സാഹിബിന്റെയും KPA മജീദ് സാഹിബിന്റെയും നേതൃത്വത്തിലുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ ഭാഷാ സമരത്തിന്റെ നേതൃത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ 1980 ജൂലൈ 30 കലക്ട്രേറ്റ് പിക്കറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലയുടെ കലക്ട്രേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ആ കലക്ട്രേറ്റ് പിക്കറ്റിംഗ് എല്ലാ ജില്ലയിലും നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ ജില്ലയിലും ആ സമരം നടന്നു. അതിൻ്റെ ഭാഗമായി മലപ്പുറത്തും അവർ സമരം ചെയ്യുവാൻ വേണ്ടി, പിക്കറ്റിംഗ് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ മലപ്പുറത്തെ മുണ്ടുംപറമ്പിലുള്ള കലക്ട്രേറ്റിലേക്ക് പിക്കറ്റിംഗ് ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കഴിഞ്ഞ MLA കൂടിയായിരിക്കുന്ന അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സെക്രട്ടറി ആയിരുന്ന എടവന്നരായൻ, അതേപോലെ തന്നെ ട്രഷറർ ആയിരിക്കുന്ന ഇസ്ഹാഖ് കുരിക്കൽ ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് നിലവിലെ അഡ്വക്കേറ്റ് UA ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്ന് സമരം നടക്കുന്നുള്ളത്. വളരെ നേരത്തെ തന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് അതൊരു റമദാനിലെ 17 കൂടിയായിരിക്കുന്ന സമയമാണ്. എല്ലാവരും വളരെ നേരത്തെ തന്നെ അത്താഴം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരവും കഴിഞ്ഞ് പ്രവർത്തകരെല്ലാം കൊടികെട്ടിയ വാഹനവുമായി മലപ്പുറത്തേക്ക് വരാൻ തുടങ്ങി. റമദാനുള്ള ആ ഒരു സാഹചര്യത്തിൽ വളരെ നേരത്തെ തന്നെ എല്ലാവരും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകരൊക്കെ തന്നെ താഴം കഴിഞ്ഞ്, സുബഹിയും കഴിഞ്ഞ് പ്രവർത്തകരെല്ലാവരും കൊടികെട്ടിയ വാഹനവുമായി മലപ്പുറത്തേക്ക് വരാൻ തുടങ്ങി. രാവിലെ 8:30 മലപ്പുറത്തെ കോട്ടപ്പടിയിൽ 3.5 കിലോമീറ്റർ അപ്പുറത്തുള്ള മുണ്ടുംപറമ്പിലെ കലക്ട്രേറ്റ് പരിസരം ലക്ഷ്യമാക്കി സമരം ആരംഭിക്കുകയാണ്. പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും KPA മജീദ് സാഹിബാണ്. അന്നത്തെ ഈ ഒരു പ്രക്ഷോഭത്തിൽ, ഈ ഒരു സമരത്തിൽ അതേപോലെ തന്നെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന MI തങ്ങളും ആ പ്രകടനത്തിൽ പങ്കാളി കൂടിയാവുകയാണ്.
ഈ സമരം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഒരുപാട് വണ്ടികൾ ഇതിലൂട്ടി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആ സമരത്തിൻ്റെ ഇടയിലേക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാഹനവും അതിലൂടെ കടന്നു പോകുന്നു. അല്പസമയം അവിടെ നിന്ന് നിർത്തി അദ്ദേഹത്തിൻ്റെ വണ്ടി നിർത്തി സമരക്കാർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് കുറച്ചു നേരം നോക്കിക്കണ്ടതിന് ശേഷമാണ് തങ്ങൾ അവിടെ നിന്നും മടങ്ങുന്നത്. ആളുകൾ അതേപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്ന പ്രവർത്തകന്മാരെല്ലാവരും ആ സമര ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അവരെ ഓരോരോ ഘട്ടങ്ങളായി, ഓരോരോ ബാച്ചുകളായി അവിടെ നിറഞ്ഞിരിക്കുന്ന പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഏകദേശം 11:30 മണി ആയപ്പോൾ പെരിന്തൽമണ്ണ DYSP വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ആ ഒരു സമരം നീങ്ങിപ്പോകുന്നത്. 11:30 മണിയാകുമ്പോൾ പെരിന്തൽമണ്ണ DYSP വാസുദേവൻ മേനോൻ എന്ന് പറയപ്പെടുന്ന DYSP വളരെ പെട്ടെന്ന് തന്നെ വാഹനത്തിൽ നിന്ന് ചീരിപ്പാഞ്ഞ് ആ സമരഭൂമിയിലേക്ക് എത്തുകയാണ്. സമരക്കാരുടെ ഇടയിലൂടെ വന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രക്ഷോഭത്തിൽ നിന്ന് മുഴുവൻ പ്രവർത്തകരും മുഴുവൻ സമരക്കാരും അടുത്ത് അത് തടഞ്ഞു നിർത്തി. ഉപരോധ സമരമാണ് സാർ, ഈ വാഹനം കൊണ്ട് നിങ്ങൾ അകത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാ സമരങ്ങളിലും ഇതിലിരിക്കുന്ന മുഴുവൻ MSFന്റെ ഒക്കെ മുനിസിപ്പലിന്റെ പ്രവർത്തകരെല്ലാവരും തന്നെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. ആ സമരം ആളിക്കത്തിയാൽ, അതല്ലെങ്കിൽ ആ സമരത്തിലുള്ള സമരക്കാർ ഒരുപക്ഷെ അക്രമാസക്തരാണെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ ആ ഒരു പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അത് ആകാശത്തേക്ക് വെടിവെക്കുകയെങ്കിലും ചെയ്യണം. പക്ഷേ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെരിന്തൽമണ്ണ DYSP വാസുദേവ മേനോന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ 14 റൗണ്ട് വെടിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ വെടിവെപ്പിന്റെ ഭാഗമായി വൈലപ്പുറത്ത് അബ്ദുൽ മജീദ്, തേഞ്ഞിപ്പാലത്തെ പുതുപ്പള്ളിയിലെ അബ്ദുൾ റഹ്മാനും കാളികാവിലെ അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന കുഞ്ഞിപ്പയും വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സമരപ്രക്ഷോഭത്തിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിലായി. ഈ ഭയാനകമായിട്ടുള്ള കാഴ്ച കണ്ട് കണ്ണൻ എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഈ സമരപ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ KPM മജീദ് സാഹിബാണ്. ആ KPM മജീദ് സാഹിബ് ആ സമരത്തിൽ പരിക്കുപറ്റി ചോര ഒലിപ്പിച്ചവരുമായി ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആ വണ്ടി മഞ്ചേരിയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് CH മുഹമ്മദ് കോയ സാഹിബിന്റെ നിർദ്ദേശനം ലഭിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അസംബ്ലിയിലേക്ക് വരണം. അന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിയമസഭയിലേക്ക് വരണം. നേരം പുലർന്നേക്കും KPM മജീദ് സാഹിബ് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. മജീദ് സാഹിബ് സമരത്തിൽ ഇട്ടിരുന്ന രക്തം പുരണ്ട വസ്ത്രമണിഞ്ഞാണ് നിയമസഭയിലേക്ക് എത്തിയത്. അർത്ഥമറിയാത്ത അറ്റം തള്ളിയ നായനാർ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സംസാരിക്കാൻ തുടങ്ങി. മജീദിൻ്റെയും വികാരഭരിതമായ KPM മജീദ് സാഹിബ് മജീദിൻ്റെയും റഹ്മാന്റെയും കുഞ്ഞിപ്പയുടെയും രക്തപുരണ്ട വസ്ത്രമണിഞ്ഞ് അയാൾ വികാരഭരിതനായി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭയാകെ ബഹളമായി. മജീദ് സാഹിബ് ഈ സംഭവം വിവരിക്കാൻ തുടങ്ങി. അനുഭവിച്ചറിഞ്ഞ തീജ്വാലകളെ വിവരിക്കുന്നതിനിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് KPM മജീദ് സാഹിബ് നിയമസഭയിൽ ബോധരഹിതനായി വീണു. വികാരഭരിതനായി CH മുഹമ്മദ് കോയ സാഹിബ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മലപ്പുറത്തു നിന്ന് വരുന്ന കാറ്റിന് വെടിമരുന്നിന്റെ ഗന്ധവും മനുഷ്യന്റെ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധവുമുണ്ട് എന്ന് പറഞ്ഞ് സഭ നടപടികളെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയത്തിന്മേൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ നിരസിച്ചു. ഒടുക്കം പ്രക്ഷുബ്ധനായി ആ സഭ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. സർക്കാർ ഈ നിയമം പിൻവലിക്കണം, ഇല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് ഞങ്ങൾ ഈ സമരവുമായി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തി. മാത്രവുമല്ല, അന്നത്തെ പ്രതിപക്ഷം അതിശക്തമായി സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി തുടങ്ങി. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 1 ലക്ഷം വരുന്ന വളണ്ടിയർമാരെ സെക്രട്ടേറിയറ്റിലേക്ക് സെപ്റ്റംബർ മാസം 15-ാം തീയതി ഗ്രേറ്റ് മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴേക്കും ചില നിർദ്ദേശനങ്ങൾ ആ സമയത്താകുമ്പോഴേക്കും ചില നിർദ്ദേശനങ്ങൾ പിൻവലിക്കാൻ സർക്കാർ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത് ബേബി ജോണാണ്. ആ ബേബി ജോൺ പറഞ്ഞു, സമരക്കാർ പറയുന്നത് പോലെ ചർച്ച നടത്താം എന്ന് പറഞ്ഞു.
നമ്മൾക്ക് ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ സമരങ്ങളും അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ഒന്നും കൂടി ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷം സെപ്റ്റംബർ മാസം 19 ചേർന്ന യോഗത്തിൽ KP മജീദ് സാഹിബും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആ ഒരു യോഗത്തിൽ ചേർന്നതിന്റെ ഭാഗമായി എല്ലാ നിർദ്ദേശങ്ങളും പിൻവലിക്കാൻ വേണ്ടി തീരുമാനമായി. ആ സെപ്റ്റംബർ മാസം 19 ചേർന്ന യോഗത്തിൽ എല്ലാ നിർദ്ദേശങ്ങളും പിൻവലിച്ചു. ഭാഷാ പഠനത്തിന് വിഘാതമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള 3 കരിനിയമങ്ങളെയും പിൻവലിച്ചതിന് ശേഷമാണ് യൂത്ത് ലീഗിന്റെ ആ സമര പ്രക്ഷോഭങ്ങളെല്ലാം അവസാനിപ്പിച്ചത്. മലപ്പുറത്തെ ആ കിരാതമായിട്ടുള്ള ആ വെടിവെപ്പിന് നേതൃത്വം നൽകിയ പെരിന്തൽമണ്ണ DYSP വാസുദേവനെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് അന്ന് മലപ്പുറത്തെ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന ഇന്നത്തെ പൊളിറ്റിക്കൽ എൽ ക്ലാസിക്കോ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറം 2nd ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ അദ്ദേഹം കോടതി മുമ്പാകെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയുണ്ടായി. പ്രഥമ ദൃഷ്ടിയാൽ പോലീസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. നാരായണപിള്ള കമ്മീഷനെ നിയോഗിച്ചു. ഈ ഒരു സമരത്തിന്റെ വെടിവെപ്പിന്റെ ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പഠിക്കുവാനും ആ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ലോക ചരിത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുനിസിപ്പൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളതും, ലോക ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു സമരം ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറുപ്പക്കാരുടെ സമരവീര്യത്തിന്റെ മുന്നിൽ ഒരു സർക്കാർ മുട്ടുമടക്കിയ ഒരു ചരിത്രം, ഒരു സമരം. മജീദ് റഹ്മാൻ കുഞ്ഞിപ്പന്മാർ തലമുറകളിലേക്ക് ആവേശമായിട്ട് പടർന്നു കയറിയ ആ ഒരു സമരം, ഖായിദമില്ലത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് വീണ്ടും സംരക്ഷണമായി അവർ ജീവൻ നൽകിയ ആ ഒരു സമരപ്രക്ഷോഭം, വൃദ്ധവിശുദ്ധിയിൽ പൊലിഞ്ഞ ജീവനും പോരാളികളുടെ തുടിക്കുന്ന ഓർമ്മകളും അവകാശ സംരക്ഷണത്തിന്റെ ചോരമണക്കുന്ന ഭൂതകാലവും നിങ്ങൾക്ക് ആവേശം പകരുന്നുവെങ്കിൽ വർത്തമാനത്തോട് നിങ്ങൾ ഉറക്കെ പറയുക. ഈ കാണുന്ന സുഖങ്ങളും ഈ കേൾക്കുന്ന ഭാഷാ വിസ്മയങ്ങൾ അത്ര തന്നെ യൂത്ത് ലീഗ് പൊരുതി നേടിയതാണെന്ന് നിങ്ങൾ പറയണം. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഷാ സമരത്തോട് ഭാഗമായുള്ള ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് വളരെ സംക്ഷിപ്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഇതിനപ്പുറത്തേക്കുള്ള ചരിത്രങ്ങൾ നിങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഞാൻ ഇതിൻ്റെ ഒരു സംക്ഷിപ്തം സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ നിലവിൽ രാജ്യത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടവരാണ് രാജ്യത്ത് ജൻസികൾ നടത്തിയ സമരങ്ങൾ നമ്മൾ കണ്ടു. ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ യുവാക്കളും നടത്തിയ കുറച്ച് സമരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ജൻസികൾ നടത്തിയ രാജ്യത്തെ വിദ്യാഭ്യാസ അവകാശത്തിന് ജൻസികൾ ഡൽഹിയിലെ ജന്തർ മന്ദിരെ ആസ്ഥാനമാക്കി നടത്തിയ സമരത്തിൽ ഫലം കണ്ടതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ യുവാക്കൾ നടത്തിയ സമരങ്ങളുണ്ടായിരുന്നു. അന്നത്തെ നായനാർ സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെ നടന്ന വലിയ ആ ഭാഷാ സമരത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ചില ആളുകൾ അതിനെ മനഃപൂർവ്വം ഒളിക്കപ്പെട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2005 ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി നമ്മുടെ രാജേന്ദ്ര സച്ചാറിന്റെ നേതൃത്വത്തിൽ ഒരു സച്ചാർ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ സച്ചാർ കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയിരിക്കുന്ന ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ അവരുടെ ഈ ഒരു കമ്മിറ്റിയുടെ അവസാനം റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഇന്ത്യയിൽ പട്ടികജാതിക്കാരെക്കാൾ ദയനീയമായിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ സാഹചര്യം എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയപ്പെടുന്നത്.
SC അതേപോലെ തന്നെ SC ST ഒക്കെ ലിസ്റ്റിൽ ഒരുപാട് അവരെ പട്ടികജാതി അതല്ലെങ്കിൽ പിന്നെ EWS ആയിട്ട് നമ്മൾ വീക്കർ സെക്ഷൻ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ആ ഒരു വിഭാഗത്തിലെടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലെടുക്കുന്ന ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്ക് ആ ഒരു റിസർവേഷൻ അല്ലെങ്കിൽ അവർക്കൊരു പ്രാധാന്യം നൽകുന്നത്. പക്ഷേ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അതിനേക്കാൾ വളരെ ദയനീയമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പിന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നത്. ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് മൈനോറിറ്റി സ്കോളർഷിപ്പുകളും ആ സമയത്തുള്ള കോച്ചിങ് സെൻറ്ററുകളും അതേപോലെ തന്നെ മൗലാന ആസാദ് എന്ന് പറയപ്പെടുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീം എന്ന് പറയപ്പെടുന്നത് മുസ്ലിം വിദ്യാലയങ്ങളിലും ഗ്രാൻഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്കീമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മൾ പിന്നെ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എക്കാലത്തും ഇടപെടലുകൾ നടത്തിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു ജനാധിപത്യ മതേതര പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ടവരെ, അതേപോലെ 1948 നമ്മൾ ഫറൂഖ് കോളേജ് രൂപീകരിക്കുന്നത്. അന്ന് ഈ മലബാർ പിന്നെ മദ്രാസിൻ്റെ ഭാഗമാണ്. അന്ന് മലബാറിലേക്ക് ഒരു കോളേജ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. അന്ന് അതിൻ്റെ തുടർച്ചയായി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ആളുകൾ വന്ന് പിന്നെ ഇതിൻ്റെ സ്ഥലം പരിശോധിക്കുകയാണ്. അപ്പോൾ അവർ സ്ഥലം കാണിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഫറൂഖാബാദിൻ്റെ ആ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ആളുകൾ വന്ന് പറഞ്ഞത് നിങ്ങൾ 2 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നുള്ളതാണ്. അത് പറയുന്നത് 1948 1948 2 ലക്ഷം രൂപ എന്നുള്ളത് വലിയൊരു തുക എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അന്ന് ആ ഒരു 2 ലക്ഷം രൂപ സമാഹരിക്കാൻ വേണ്ടി ലീഗ് ചെയ്തൊരു കാര്യം എന്താണെന്നുള്ളത് നമ്മൾ വളരെ കൗതുകപരമായിട്ട് അതിൽ കേൾക്കേണ്ടതുണ്ട്. അന്നത്തെ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നൊരു കാർ ഉണ്ടായിരുന്നു. ആ കാറിനെ വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല സീതി സാഹിബിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടീനെ പണയം വെക്കുകയോ അതിനെ പിന്നെ വിൽക്കുകയോ ചെയ്തിട്ടാണ് എല്ലാ പൈസകളെ കൂടി സമാഹരിച്ചിട്ടാണ് അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റി പറഞ്ഞ ആ ഒരു പൈസ 2 ലക്ഷം രൂപ കെട്ടിവെക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പക്ഷേ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ചരിത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 1967 നമ്മൾ സപ്തകക്ഷി മുന്നണിയിൽ ലീഗ് ആദ്യമായി മന്ത്രിയാവുന്നത്. ആ സന്ദർഭത്തിൽ ലീഗ് മന്ത്രിയാവുമ്പോൾ ലീഗ് ചോദിച്ച 2 വകുപ്പ് ഞങ്ങൾക്ക് പിന്നെ ആഭ്യന്തര വേണം അല്ലെങ്കിൽ നമുക്ക് പൊതുമരാമത്ത് വേണം എന്നുള്ളതല്ല. ലീഗ് ചോദിച്ചാൽ ഒന്ന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയപ്പെടുന്നത് അത് വിദ്യാഭ്യാസമായിരുന്നു. അന്ന് 2 കണ്ടീഷനാണ് ആവശ്യപ്പെട്ടത്. അന്ന് ആ ഒരു മന്ത്രിസഭയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന 2 കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ 2 കണ്ടീഷനാണ് ആവശ്യപ്പെട്ടുള്ളത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പിന്തുണ കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട 2 കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തതാണ് മലപ്പുറം ജില്ല രൂപീകരിക്കണം. അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയപ്പെടുന്നത് മലബാറിൽ ഒരു യൂണിവേഴ്സിറ്റി വേണമെന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കാലിക്കറ്റ് സർവകലാശാല, കേരള സർവകലാശാലയ്ക്ക് ശേഷം കേരളത്തിലെ രണ്ടാമതൊരു സർവകലാശാല വരുന്നത് അത് കാലിക്കറ്റ് സർവകലാശാല. അത് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നിരന്തരമായിരിക്കുന്ന ഫലത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വരുന്നത്. ഒരു പാർട്ടിയുടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പാർട്ടിയുടെ ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായി ആ സമൂഹത്തെ കൈപ്പിടിച്ചുയർത്താനുള്ള അവരുടെ താല്പര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു ഇടപെടലുകൾ എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ ഒരുപാട് വർഷത്തിൻ്റെ പിറകോട്ടൊന്നും പോകേണ്ടതില്ല. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുന്നേ, അതായത് ശരിക്കും പറഞ്ഞാൽ 2014 ശേഷം രാജ്യത്ത് നടന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷ പ്രശ്നങ്ങളുമായി നമ്മൾ പറയുന്നത് ഒന്ന് പൗരത്വമാണ്. അതിൽ രണ്ടാമത് SIR ആണ്. അതിലെ മൂന്നാമത് വഖഫ് ഭേദഗതിയാണ്. ഈ 3 വിഷയങ്ങളിലും സുപ്രീം കോടതിയിലും അതേപോലെ തന്നെ
പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തുമൊക്കെ തന്നെ നമ്മൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, അതിൻ്റെ പിമാരാണ്, അതിൻ്റെ നേതാക്കളാണെന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയുവാൻ വളരെ ആവേശത്തോട് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിയായിട്ടുള്ള ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 250ഓളം വരുന്ന ഹർജിക്കാരുണ്ട് ആ കേസിൽ. നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതിയിൽ ആ ഒരു വിഷയം വളരെ രൂക്ഷമായി വരുമ്പോൾ ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് വരികയുണ്ടായി. 250ഓളം ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് വരികയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഹർജിയായി കോടതി പരിഗണിച്ചത്, ഇങ്ങനെ ഒരുപാട് ഹർജികൾ വരുമ്പോൾ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ഹർജിയെ പരിഗണിച്ച് ആ വക്കീലിനാണ് എല്ലാവരും ആർഗ്യുമെന്റുകളൊക്കെ തന്നെ അയച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവേണ്ടത്, ബാക്കി എല്ലാ വക്കീലന്മാരും ഭാഗമാവേണ്ടത് ഈ ഒരു പ്രധാനപ്പെട്ട ഹർജിയിലാണ്. അപ്പം പൗരത്വ കേസിലും ലീഗാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്. നാളെ ചരിത്രത്തിൻ്റെ താളുകളിൽ ആ വിധി എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആ വിധിയെ കുറിച്ച് നമുക്ക് അനുകൂലമായിരിക്കുന്ന വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ വിധി എന്ത് തന്നെ ആയാലും ഇന്ത്യൻ പൗരത്വത്തിന്, ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കത്തിവെച്ചുകൊണ്ടുള്ള ആ പൗരത്വത്തിൻ്റെ മതമടിസ്ഥാനമാക്കിക്കൊണ്ട് ഭേദഗതിയൊക്കെ തന്നെ വരുമ്പോൾ നാളെ സുപ്രീം കോടതിയിൽ വരുന്ന വിധി എന്ത് തന്നെ ആയാലും ഇന്ത്യയിലെ നീതിന്യായ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാലത്ത് ഇനി വരുന്ന MSFകാർ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിയമം പഠിക്കുന്ന അല്ലെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് മേഖലയൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു കേസാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ. ഇതിലെ രണ്ടാമത്തെ ഏറ്റവും രൂക്ഷമായി നടന്നൊരു വിഷയമാണ് SIR ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും കൃത്യമായി അതിനെ ചോദ്യം ചെയ്ത് സംസാരിച്ചതും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിനെ ചോദ്യം ചെയ്തത് മുസ്ലിം ലീഗാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ കഴിഞ്ഞ 12 വർഷങ്ങളായി ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്നുള്ളത് വളരെ ആവേശത്തോടു കൂടി ഇതോടൊപ്പം പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിലെ സംവരണ ബില്ല്, നമ്മുടെ മുന്നോക്ക സംവരണ ബില്ല് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കേട്ടവരാണ്. ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് ആ സംവരണ ബില്ലിനകത്ത് 3 ആളുകളാണ് അതിനകത്ത് സംസാരിച്ചത്. അത് ലീഗിൻ്റെ പാർലമെന്റ് രംഗത്ത് ലീഗിൻ്റെ MPമാരാണെന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പം നിലവിൽ രാജ്യത്ത് ഉമർ ഖാലിദ് അടക്കം ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട്. പൗരത്വത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി അതിന് കഴിഞ്ഞ് പൗരത്വത്തിന്റെ ആ ഒരു വിഷയങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് ഡൽഹി കണ്ട വലിയ പ്രക്ഷോഭത്തിന് നമ്മൾ കണ്ടതാണ്. ഈ ഡൽഹി ആളിക്കത്തിയ ഈ ജന്തർ മന്ദിറിലെ CJP നേതൃത്വം കൊടുത്ത, കോക്രോച്ച് പാർട്ടി നേതൃത്വം കൊടുത്ത ആ ഒരു പ്രക്ഷോഭത്തിന് മുന്നേ ഡൽഹി കണ്ട ഏറ്റവും വലിയ ഒരു സമരം നടന്നത് ഷഹീൻ ബാഗിൽ നടന്ന ആ ഒരു സമരമാണ്. ആ സമരത്തിന് നേരെയാണ് വർഗീയ കലാപം അടിച്ചുവിട്ടിരിക്കുന്നത്. ഡൽഹി 3 ദിവസത്തോളം കത്തിയത് ആ ഒരു സമരപ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ മൂക്കിന് താഴെ ഡൽഹി നിന്ന് കത്തുകയാണ്. നരേന്ദ്രമോദിയുടെ കാലത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ താഴെ തന്നെ ഡൽഹി ഇരുന്ന് കത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ വർഷം എന്ന് പറയപ്പെടുന്നത് 2020 2020 മുസ്ലിം ലീഗ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി, അന്ന് മുസ്ലിം ലീഗിനെ ഇല്ലാത്തേ ഉള്ളൂ, മുസ്ലിം ലീഗ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. അന്ന് ഉത്തരവാദിത്വത്തോടു കൂടി, വളരെ കൗതുകത്തോടു കൂടി ഞാൻ ഈ കാര്യം പറയാണ്. അന്ന് 2020 മുസ്ലിം ലീഗ് 2020 ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ചെന്ന് അന്വേഷിക്കുന്നത് അന്ന് മുസ്ലിം ലീഗിൻ്റെ MPമാരാണ്. മുസ്ലിം ലീഗിൻ്റെ MPമാരായിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അന്ന് ഷഹീൻ ബാഗിൽ നേരിട്ട് ചെന്ന വിഷയങ്ങളൊക്കെ തന്നെ സംസാരിക്കാൻ വേണ്ടി, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നത് അന്ന് മുസ്ലിം ലീഗിൻ്റെ MPമാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കത്തുവയിൽ പിഞ്ചു കുഞ്ഞ് പീഡിക്കപ്പെട്ടപ്പോൾ, ആസിഫ എന്ന് പറയപ്പെടുന്ന പിഞ്ചു കുഞ്ഞ് പീഡിക്കപ്പെട്ടപ്പോൾ
അവിടെ കേസ് വളരെ നീതിപൂർവമായി നടക്കാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വിചാരണ കോടതി പോലും പിന്നെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മുഴുവൻ നിയമ പോരാട്ടങ്ങളും ഏറ്റെടുത്ത് നടത്തിയത് മുസ്ലിം ലീഗാണ്. പ്രിയപ്പെട്ടവര്, മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കഴിഞ്ഞ 12 വർഷങ്ങളിലും രാജ്യത്ത് നടന്ന എല്ലാ ന്യൂനപക്ഷ അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളായിക്കോട്ടെ, നമ്മൾ അതിൽ കൃത്യമായ രാജ്യത്ത് ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളും ഇതിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. ഒരുപാട് നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളിൽ MSFും യൂത്ത് ലീഗും അതേപോലെ തന്നെ നടത്തുന്ന ഒരുപാട് സമരങ്ങളൊക്കെ തന്നെ നമ്മൾ കൺകുളിരിക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായിരിക്കുന്ന MSFിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ ഭാഗമാണ് നമ്മൾ എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. ഈ മുക്കം മുനിസിപ്പൽ കമ്മിറ്റിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകരുണ്ടാവാം. എല്ലാ പ്രവർത്തകരൊക്കെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്ന ഒരുപാട് പ്രവർത്തകരാണ്. നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഒരുപക്ഷെ എല്ലാ സമരത്തിന്റെ ഭാഗമായി നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്. ആരാ പറയുന്നത് അറിയാമോ? ഭാഷാ സമര പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചവരാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ യൂത്ത് ലീഗ് എന്നുള്ളത് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, എൻ്റെ പ്രിയപ്പെട്ട മുക്കം മുനിസിപ്പലിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് വർഷങ്ങൾ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു 1980കളിൽ തന്നെ നമ്മൾ ഒരുപാട് ഭാഷാ സമരവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ സമരങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്ന ചരിത്രമേറിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഈ ഓരോ വർഷങ്ങളൊക്കെ തന്നെ കഴിയുന്ന സാഹചര്യത്തിലും ഈ ചരിത്രത്തെ ഭാഷാ സമരത്തിന് മുജീദ് റഹ്മാൻ കുഞ്ഞിപ്പകളെ എല്ലാ വർഷവും നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണമെന്നുകൂടി ഞാൻ ഓർത്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അവസരം നൽകിയിരിക്കുന്ന മുക്കം മുനിസിപ്പൽ MSFിൻ്റെ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള കടപ്പാടുകളെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഇങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് MSF.